പോവില്ല 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 എന്ന് പറഞ്ഞ ശേഷം പോകുന്ന ഒരു പരിപാടി കേരള കോൺഗ്രസുകൾക്ക് പണ്ടേ ഉണ്ട്. അതൊക്കെ ഇനി നടക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴെന്തായാലും ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് എം LDF വിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ വരിയുടെ വിശദാംശങ്ങൾ, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെ കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് സർക്കാർ അധികാരം എന്ന് പറയുന്നതിൽ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റ് വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ LDFനൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ കാര്യങ്ങൾ അവസാനിച്ചു. ഇത് പക്ഷേ ജോസ് കെ മാണി ബാക്കി പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പലരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടാകാം, അത് ഞങ്ങളുടെ വലിപ്പം കൊണ്ടാണ്. അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ 36 മണിക്കൂറല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ കഥകളുടെ പിന്നാമ്പുറ വിശദാംശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയിലെ 2 പ്രധാനപ്പെട്ട അതിരൂപതകൾ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി പ്രവർത്തിച്ചിരുന്നു. അഭ്യുദയകാംക്ഷികൾ ഉപദേശിച്ചിരുന്നു. കാരണം തദ്ദേശത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാണ്. കത്തോലിക്കക്ക് വളരെ സ്വാധീനമുള്ള, കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കാൻ ഉള്ള 3 ജില്ലകൾ, അത് പത്തനംതിട്ടയാണ്, കോട്ടയമാണ്, ഇടുക്കിയാണ്. അവിടെ UDF തൂത്തുവാരി, അടുത്ത തെരഞ്ഞെടുപ്പിലും തൂത്തുവാരും. അതുകൊണ്ട് ഒരു നിലനിൽപ്പിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും UDFിലേക്ക് പോകുന്നതാണ് ജോസ് കെ മാണിക്ക് നല്ലത്, ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നല്ലത് എന്നുള്ളതായിരുന്നു ഉപദേശം. ആ ഉപദേശത്തിന് ബാക്കി എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം അനുകൂലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടു, അങ്ങനെ ഒരു ചർച്ച നടന്നു എന്ന് തന്നെയാണ്.